എല്ലാവർക്കും നമസ്കാരം. കേരള ഗവൺമെന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ KGIMOയുടെ സ്പാർക്ക് മാസ്റ്റർ ക്ലാസ്സസിന്റെ ആദ്യത്തെ മൊഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ ഇൻട്രഡക്ഷൻ ടു സ്പാർക്ക് ആണ് നോക്കുന്നത്. ഇൻട്രഡക്ഷനകത്ത് നമ്മൾ സ്പാർക്കിൽ നോക്കേണ്ടത് എംപ്ലോയി ഓൺബോർഡിംഗ് എസെൻഷ്യൽസ്, അതായത് ഒരു എംപ്ലോയിനെ എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നു, അവരുടെ പെൻ ജനറേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ടിന്റെ എൻട്രി, ETSB എങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ എംപ്ലോയി ലോഗിൻ എങ്ങനെയാണ്, ഒരു സാധാരണ എംപ്ലോയി ഒരു സ്റ്റാഫിന്റെ ലോഗിൻ എങ്ങനെയാണ് വരുന്നത്, അതേപോലെ തന്നെ DDO ലോഗിൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി സ്പാർക്ക് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ് ആദ്യം നമ്മൾ അറിയുന്നത്. സ്പാർക്ക് ഇത് നമ്മളുടെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഡോക്ടേഴ്സിനാണ് സ്പെഷ്യലി ഈ ക്ലാസ് ആയിട്ട് ഉപകാരപ്പെടുക. അപ്പം സ്പാർക്ക്, ബാക്കി ഇപ്പൊ നമ്മളെല്ലാവരും സ്പാർക്കിനെ പറ്റി അത്യാവശ്യം ബോധവാന്മാരാണ്. സ്പാർക്ക് എന്താണെന്നും അതിനകത്ത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. എങ്കിലും പുതിയ ആൾക്കാർ വരുമ്പോൾ ഇത് സ്പാർക്ക് എന്താണ്, വിംസ് എന്താണെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അതിനു വേണ്ടിയിട്ടാണ് ഇത് ബേസിക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്പാർക്ക് എന്ന് പറഞ്ഞാൽ സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് സ്പാർക്ക് എന്നുള്ള നെയിം ജനറേറ്റ് ആയിരിക്കുന്നത്. ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എംപ്ലോയീസിന്റെ റെക്കോർഡ്സ്, സാലറി, അങ്ങനത്തെയുള്ള കാര്യങ്ങളുടെ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ നമ്മൾ പേപ്പർലെസ് ആയിട്ട് കുറച്ച് സർവീസ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഇനി എന്തിനാണ് സ്പാർക്ക് ഒരു എംപ്ലോയിക്ക് ആവശ്യം എന്ന് ചോദിച്ചാൽ, സ്പാർക്കിനകത്ത് നമ്മളൊരു യുണീക്ക് ID ക്രിയേറ്റ് ചെയ്യും, അതാണ് പെൻ. അതിനകത്ത് അതായത് പെർമനന്റ് എംപ്ലോയി നമ്പർ ആണ് പെൻ നമ്പർ. അതുപോലെ തന്നെ ശമ്പളം നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ, അതാണ് പേറോൾ കൺട്രോള്. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പേറോൾ കൺട്രോൾ വരുന്ന സ്പാർക്കിലൂടെയാണ്. അതേപോലെ തന്നെ ക്വിക്ക് ആക്സസ് ടു സർവീസ് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും സർവീസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്പാർക്കിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കും. അത് ജോയിൻ ചെയ്യുന്ന ഡേറ്റ് ആവട്ടെ, റിട്ടയർമെന്റ് ഡേറ്റ് ആവട്ടെ, അതിനുള്ളിൽ നമ്മുടെ സർവീസ് ബുക്കായിട്ട് തന്നെ അതിൻ്റെ അകത്ത് കീപ്പ് ചെയ്യും. സർവീസ് ബുക്കിനകത്ത് നമ്മൾക്ക് കിട്ടിയ ട്രെയിനിങ്സ്, നമ്മുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തത്, അങ്ങനെ ഓരോരോ കുഞ്ഞി ഡീറ്റെയിൽസും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യും. ലീവ് ഹിസ്റ്ററി ഒക്കെ അതിൻ്റെ അകത്ത് തന്നെയാണ്. സർവീസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സിൽ തന്നെ ആക്കുന്നതാണ് സ്പാർക്ക്. അതുപോലെ തന്നെ ഒരു അക്കൗണ്ടബിലിറ്റി വരുത്താനും എല്ലാം ഒരു സുതാര്യമായിട്ട് നമുക്ക് കാണാനും ഒക്കെ സ്പാർക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി പെൻ ജനറേഷൻ എങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പം പെൻ ജനറേഷനകത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെൻ എന്ന് പറഞ്ഞാൽ പെർമനന്റ് എംപ്ലോയി നമ്പർ ആണ്. അത് ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും കേരളയിൽ ആവശ്യമായ ഒരു നമ്പറാണ്. അതാണ് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു നമ്പർ ത്രൂ ആണെങ്കിൽ അത് പെൻ നമ്പർ ആണ്. അത് നമ്മളുടെ ഒരു ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഒരു സ്കൂളിലോ കോളേജിലോ ഒക്കെ നമുക്ക് റോൾ നമ്പർ ഉള്ള പോലെ, അതേപോലെ തന്നെ നമ്മൾ വൺസ് ഗവൺമെന്റ് എംപ്ലോയി ആയി കഴിഞ്ഞാൽ ഒരു പെൻ നമ്പർ ക്രിയേറ്റ് ചെയ്യും. ഇനി അത് ഡിപ്പാർട്ട്മെന്റ് വിട്ട് വേറെ ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ കൂടെ നമ്മളുടെ ഈ പെൻ നമ്പർ ആയിരിക്കും നമ്മളുടെ കൂടെ ഉണ്ടാവുക. അൺടിൽ റിട്ടയർമെന്റ് ഈ പെൻ നമ്പർ വെച്ചായിരിക്കും നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി എപ്പോഴൊക്കെയാണ് ഈ പെൻ ആവശ്യമായിട്ട് വരുന്നത്? നമുക്ക് പുതിയ അപ്പോയിന്റ്മെന്റ്സ് വരുമ്പോഴത്തേക്കിന് പെൻ ജനറേറ്റ് ചെയ്യും. അത് തൊട്ടിട്ട് വേറെ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വരുമോ, അതേപോലെ തന്നെ ഗവൺമെന്റ് സർവീസിൽ നിന്ന് വിട്ടു നിന്നു തിരിച്ച് സർവീസിലേക്ക് റീ എൻട്രി ചെയ്യുന്ന സമയത്തും നമുക്ക് പെൻ ആവശ്യമാണ്. ഇനി ആരാണ് നമ്മളുടെ പെൻ നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ പെൻ നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നത് ബേസിക്കലി ഒരു ന്യൂ എംപ്ലോയിക്കാണ്. ഓൾറെഡി ഗവൺമെന്റ് സർവീസിലില്ലാത്ത, അതായത് കേരള ഗവൺമെന്റ് സർവീസിലില്ലാത്ത ഒരു എംപ്ലോയി ആദ്യമായിട്ട് സർവീസിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർ ജോയിൻ ചെയ്യുന്ന ആ പേരന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ DDO ആണ് പെൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് സ്പാർക്ക് വഴി തന്നെയാണ് പെൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അവരുടെ പെൻ ട്രാൻസ്ഫറിന്റെ സമയത്തും അതേ പെൻ നമ്പറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അത് വേറെ ഡിപ്പാർട്ട്മെന്റ്, ഫോർ എക്സാമ്പിൾ ഹെൽത്ത് സർവീസ് മാറി ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വന്നു കഴിഞ്ഞാൽ ആ പെൻ നമ്പർ തന്നെ ഹെൽത്ത് സർവീസിൽ ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ ജനറേറ്റ് ചെയ്തിരുന്ന പെൻ നമ്പർ തന്നെ ക്യാരി ഓവർ ചെയ്ത്
അത് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ വന്നാലും അതേ പെൻ നമ്പറിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ പെൻ ആവശ്യമായിട്ട് വരുന്നത് ഒരു സർവീസ് ഡീറ്റെയിൽസിന്റെ അപ്ഡേഷൻ ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട് പുതിയ ഒരു DDO ചാർജ് എടുക്കുന്നു. അവർ പെൻ ക്രിയേറ്റ് ചെയ്തിട്ട് സർവീസ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാനും. ഇനി പെൻ ജനറേഷൻ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബേസിക് ഒരു ഇപ്പം എല്ലാം സ്പാർക്കിലൂടെ തന്നെ ചെയ്യാം. അതിനകത്ത് ഒരു ഫോട്ടോഗ്രാഫ് വേണം, ഡിജിറ്റലി അപ്ലോഡ് ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ ഒരു സിഗ്നേച്ചറും നമ്മുടെ സിഗ്നേച്ചറും ഇത് ചെയ്യണം. പുതിയ എംപ്ലോയി വരുന്ന ആളുടെ ഫോട്ടോഗ്രാഫ്, അതേപോലെ തന്നെ സിഗ്നേച്ചർ, കൂടാതെ അപ്പോയിന്റ്മെന്റ് ഓർഡറും ജോയിനിങ് റിപ്പോർട്ടും, ആധാർ, അതേപോലെ തന്നെ റേഷൻ കാർഡ് നമ്പർ, ഇലക്ഷൻ ID, ഇതിങ്ങനെ കുറേ ഡീറ്റെയിൽസ് വേണ്ടതുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അഡ്രസ്സ്, അവരുടെ ഫോൺ നമ്പേഴ്സ്, അങ്ങനെ പ്രൈമറി കോൺടാക്ട്സ് ആരൊക്കെയാണ്, ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ സ്പാർക്കിൽ എൻ്റർ ചെയ്യും. എന്നിട്ടാണ് പെൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സ്പാർക്കിലൂടെ തന്നെ നോക്കാം. ക്രോമിനകത്ത് നമ്മൾ സ്പാർക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി വെറുതെ സ്പാർക്ക് ലോഗിൻ ഇതുപോലെ സെർച്ച് ചെയ്യാം. നമുക്ക് സ്പാർക്ക് എന്ന് അടിച്ചാലും വരും, സ്പാർക്ക് ലോഗിൻ എന്ന് അടിച്ചാലും വരും. സ്പാർക്ക് എന്നാണെങ്കിൽ വെറുതെ നമ്മൾ ഇനീഷ്യലി വരുന്ന ഒരു പേജ് ഇങ്ങനെയാണ്. വെബ് സ്പാർക്കിന്റെ ഒരു പേജ് ലോഗിനായിട്ട് വരുന്ന ഇങ്ങനെയാണ്. അതിൽ നമ്മളുടെ യൂസർ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പെൻ നമ്പർ ആണ്. പെൻ നമ്പർ അടിച്ചു കൊടുക്കുക യൂസർ ID ആയിട്ട്. പാസ്വേഡ് നമ്മൾ എന്താ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അത് അടിച്ചു കൊടുക്കുക. പിന്നെ ഈ വരുന്ന നമ്പേഴ്സ്, ക്യാരക്ടേഴ്സ് എന്താണെന്നുള്ളത് അതും അതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്യുമ്പോഴത്തേക്കിന് ഈ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിൽ OTP വരുന്നുണ്ടെങ്കിൽ അത് DDOമാർക്കാണ് വരിക. യൂഷ്വലി ഒരു എംപ്ലോയിക്ക് OTPയുടെ ആവശ്യം വരാറില്ല. നമുക്ക് വെറുതെ ലോഗിൻ ID പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന OTP അതേപോലെ അടിക്കുന്നു. വെരിഫൈ OTP ടു ലോഗിൻ അടിച്ചു കൊടുക്കുക. ഇത് നോർമലി നമുക്ക് വരുന്ന ഒരു റെസ്പോൺസ് ആണ്. അത് ആധാറിന്റെ സെർവറിൽ നിന്ന് നമുക്ക് ഡാറ്റ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കൂടുതലും നമുക്ക് സ്ലോ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമ്മളുടെ സ്പാർക്കിന്റെ എന്തെങ്കിലും ഒരു ചെറിയ മെയിൻ്റനൻസോ അങ്ങനെയൊക്കെ ചിലപ്പം വരുമ്പോഴത്തേക്കിനും ഇതുപോലെ തന്നെ വരാം. റീ എൻട്രി ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഈ പോപ്പപ്പ് വരും. അവസാനമായിട്ട് നമ്മൾ എപ്പോഴാണ് ലോഗിൻ ചെയ്തത്, സക്സസ്ഫുൾ ലോഗിൻ എപ്പോഴാണ്, അൺസക്സസ്ഫുൾ ലോഗിൻ എപ്പോഴാണ്, അതൊക്കെ ആയിട്ട് നമ്മൾ ഒരു പോപ്പപ്പ് വരും. അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ഡാഷ്ബോർഡിലേക്കാണ് ആദ്യം വരിക. പിന്നെ ഓരോരോ കാര്യങ്ങളുണ്ട് അതിനകത്ത്. നമ്മളിപ്പം ഇതിനകത്ത് ആൻഡ്രോയിഡ് ആപ്പൊക്കെ നമുക്ക് DDOമാർക്ക് പറ്റില്ല. യൂഷ്വലി എല്ലാ എംപ്ലോയീസിനും ആൻഡ്രോയിഡ് ആപ്പോ അല്ലെങ്കിൽ iOS ആപ്പ് വെച്ചിട്ട് നമുക്ക് സ്പാർക്കിന്റെ ബേസിക് ഫങ്ഷനിങ്സ് ആക്സസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പെൻ ജനറേഷനിലേക്ക് പോവാണ്. പെൻ ജനറേഷനകത്ത് ഇതിനകത്ത് ഫസ്റ്റ് എംപ്ലോയി വരുമ്പോഴത്തേക്കിന് എങ്ങനെയാണ് പെൻ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ന്യൂ എംപ്ലോയി റെക്കോർഡായിട്ടാണ് നമ്മൾ ഇനീഷ്യലി എടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ന്യൂ എംപ്ലോയിനെ രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെയാണ്. ന്യൂ എംപ്ലോയിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് ഏതാ, ഓഫീസ് ഏതാ, അതിനകത്ത് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, റിലീജിയൻ, ഇങ്ങനത്തെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഈ വക ഡീറ്റെയിൽസ് എല്ലാം മാൻഡേറ്ററി ആയിട്ടുള്ള രജിസ്ട്രാർ ഉള്ളതുകൊണ്ട് അതെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. സർവീസ് കാറ്റഗറി, സർവീസ് ഡീറ്റെയിൽസിനകത്ത് സർവീസ് കാറ്റഗറി, ഏത് ഡേ ഓഫ് ജോയിനിങ് എന്നാണ്, എംപ്ലോയ്മെന്റ് ടൈപ്പ്, ഇത് ഈ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്യുക. അതേപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അഡ്രസ്സ്,
പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് കുറെ നമ്മളുടെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കാസ്റ്റ്, കാറ്റഗറി, ഡിഫറെന്റ് ഏബിൾഡ് ആണോ, അങ്ങനെ കുറെ മാരിറ്റൽ സ്റ്റാറ്റസ്, ഈ ഹൈറ്റ്, ഐഡന്റിറ്റി മാർക്സ്, ഐഡന്റിഫിക്കേഷൻ മാർക്സ്, ഇതുപോലെ എല്ലാം എൻ്റർ ചെയ്തേച്ച് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു പുതിയ എംപ്ലോയി ഇല്ലാത്ത കാരണം നമ്മളത് ചെയ്യുന്നില്ല. ഈ സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മളുടെ DDO ലോഗിനിലേക്ക്, ഇത് നമ്മൾ യൂഷ്വലി നമ്മളുടെ ഓഫീസിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്സ് ആണ് ചെയ്യുക. നമുക്ക് ആസ് DDOs നമുക്ക് തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഇനി അതിനകത്ത് നമ്മളിപ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കിന് ഈ അപ്രൂവ് ന്യൂ എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റ് DDO അപ്രൂവ് ചെയ്യണം. DDO അപ്രൂവ് ചെയ്യുമ്പോഴത്തേക്കിന് ന്യൂ എംപ്ലോയി അപ്രൂവൽ വരും. ന്യൂ എംപ്ലോയി അപ്രൂവൽ വരുമ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ തന്നെ ഓഫീസ് ഏതാന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒന്നും ഇല്ലാത്ത കാരണമാണ് അതിനകത്ത് വരാതെ, അല്ലെങ്കിൽ അതിനകത്ത് ന്യൂ എംപ്ലോയി അപ്രൂവലിനകത്ത് വരും. അപ്പം നമ്മൾ അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ DSE വെച്ചിട്ട് സൈൻ ചെയ്തിട്ട് അപ്രൂവ് ചെയ്യാം. അപ്പം നമ്മൾ ഏകദേശം ഒരു ബേസിക് ഐഡിയ കിട്ടി എങ്ങനെയാണ് നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് ഓഫ് എ എംപ്ലോയി ഫോർ പെൻ ക്രിയേഷൻ നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത്. ഇപ്പം DSE വെച്ചിട്ട് സൈനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെൻ ജനറേഷൻ വരും. പെൻ നമ്പർ നമ്മൾ നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തേച്ച് അത് കറസ്പോണ്ടിങ് എംപ്ലോയിക്ക് കൊടുക്കുക. ഇനി ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഇപ്പൊ ഇവർ തരുന്ന ഡാറ്റാസ് ഒക്കെ ക്രോസ് വെരിഫൈ ചെയ്തേച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് നമ്മളെല്ലാം ക്രോസ് വെരിഫൈ ചെയ്തിട്ട് വേണം ഡിജിറ്റൽ സൈൻ ചെയ്ത് അപ്രൂവ് ചെയ്യാൻ. അപ്പം ഡേറ്റ് ഓഫ് ജോയിനിങ്, ഇൻക്രിമെന്റിന്റെ ഇൻക്രിമെന്റ് നെക്സ്റ്റ് ഇൻക്രിമെന്റിനെ വരുള്ളൂ. അത് നമുക്ക് പെൻ ജനറേഷൻ ആവശ്യമില്ല. ഡേറ്റ് ഓഫ് ജോയിനിങ്, നെയിം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് സൂപ്പർ ആനുവേഷൻ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഡേറ്റ് ഓഫ് ജോയിനിങ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പം ഈ റെക്കോർഡിക്കലി എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അതേപോലെ തന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. മിസ്മാച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രോസ് വെരിഫൈ ചെയ്യണം. തിരിച്ച് നമ്മൾ ക്ലർക്കിനോട് അത് ക്രോസ് വെരിഫൈ ചെയ്ത് കറക്റ്റ് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാൻ പറയാം. അപ്പോൾ അത് നമ്മൾ അപ്രൂവ് ചെയ്യുന്നതിന് പകരം റിജക്റ്റ് ചെയ്തിട്ട് തിരിച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്കിനോട് എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യേണ്ട, ഇത് എന്താണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇൻസ്ട്രക്ഷൻ കൊടുത്തേച്ച് കറക്റ്റ് ചെയ്യാം. ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് എൻട്രി. ബാങ്ക് അക്കൗണ്ട് എൻട്രി വരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഇപ്പം ETSB ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ട്രഷറിയിലേക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അതിനകത്തേക്കായിരുന്നു നമ്മുടെ മന്ത്ലി സാലറി ഒക്കെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് ട്രഷറിയിൽ നിന്നായിരുന്നു സാലറി എടുത്തിരുന്നത്. അതിന് പകരം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ മന്ത്ലി ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ട് എൻട്രി നടത്തുന്നത്. അഗെയിൻ അതെങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അഗെയിൻ അത് DDO ലോഗിനിലൂടെ തന്നെയാണ് ചെയ്യേണ്ടത്. DDO ലോഗിനകത്ത് സർവീസ് മാറ്റേഴ്സിൽ പ്രസന്റ് സാലറി ഡീറ്റെയിൽസ് എടുക്കുക. പ്രസന്റ് സാലറി ഡീറ്റെയിൽസിനകത്ത് ബാങ്ക് നെയിം, ബ്രാഞ്ച്, IFSC കോഡ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒക്കെ കൊടുത്തിട്ട് അത് കൺഫേം ചെയ്യാം. നമുക്ക് എടുക്കാൻ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് മാറ്റേഴ്സിനകത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസിനകത്ത് ഒരു നമ്മുടെ പ്രസന്റ് സാലറി എടുക്കുക. പ്രസന്റ് സാലറിക്കകത്ത് നമ്മൾ ഇതിനകത്ത് അഗെയിൻ അക്കൗണ്ട് നമ്പർ എങ്ങനെയാണെന്നുള്ളത്, ബാങ്ക്, ഇതൊക്കെ സേവിങ്സ് ബാങ്കിലെ അക്കൗണ്ട് നമ്പർ ത്രൂ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് സാലറി ക്രെഡിറ്റ് ചെയ്യിക്കാം. ഇതിനകത്ത് ഇപ്പം ഈ കാണുന്ന ലോക്ക് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ബിക്കോസ് നമ്മളുടെ ഇത് ലോക്ക് ആയി ഇരിക്കുകയാണ്. ഇനി അത് അൺലോക്കും ചെയ്യാം, വീണ്ടും വേണമെങ്കിൽ ലോക്ക് ചെയ്യാം. അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് അൺലോക്ക് എംപ്ലോയർ റെക്കോർഡ്, അതിനകത്ത് ആദ്യം അൺലോക്ക് എംപ്ലോയി റിക്വസ്റ്റ് കൊടുക്കണം. ഏതെങ്കിലും സ്പെസിഫിക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺലോക്ക് റിക്വസ്റ്റ് കൊടുക്കുക. അൺലോക്ക് റിക്വസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കിന് അഗെയിൻ നമ്മൾ വേണ്ട എംപ്ലോയിയുടെ പേരെടുക്കുക. അതിൽ നമുക്കിപ്പോൾ അൺലോക്ക് ചെയ്യേണ്ടത് പ്രസന്റ് സാലറി ആണെങ്കിൽ പ്രസന്റ് സാലറി, അതിനൊരു റീസൺ കൊടുക്കുക. അപ്ഡേഷൻ എന്നുള്ളത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ആണെങ്കിൽ ക്രിയേഷൻ ഓഫ് ഇത് അതെടുക്കുക. എന്നിട്ട്
ഫോർവേഡ് ഫോർ അപ്രൂവൽ ഇടുക. അപ്പോൾ അതിനകത്ത് പോപ്പപ്പ് വരും, ഐ ഷോ ടു ഫോർവേഡ് ദ അൺലോക്ക് റിക്വസ്റ്റ് ടു കൺട്രോളിംഗ് ഓഫീസർ. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ സക്സസ്ഫുള്ളി ഫോർവേഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോപ്പപ്പ് വന്നു. ഓക്കെ. ഇനി നമ്മൾ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ അൺലോക്ക് എംപ്ലോയി റെക്കോർഡിനകത്ത് അൺലോക്ക് അപ്രൂവൽ എടുക്കുക. റിക്വസ്റ്റ് നേരത്തെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അൺലോക്ക് അപ്രൂവൽ കൊടുക്കുക. അൺലോക്ക് അപ്രൂവലിനകത്ത് അഗെയിൻ വേണ്ട എംപ്ലോയിയുടെ പേര്, ഓഫീസിന്റെ പേര് ഇതൊക്കെ സെലക്ട് ചെയ്തേച്ച് നമുക്ക് വന്നിരിക്കുന്ന അപ്രൂവൽ റിക്വസ്റ്റ് ഒക്കെ കണ്ടു. അതിൽ വേണ്ടത് സെലക്ട് ചെയ്തേച്ച് അപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇടുക, അപ്രൂവ് ചെയ്യുക. അപ്പൊ ഐ യു ഷുവർ ടു അപ്രൂവ് ദ അൺലോക്ക് റിക്വസ്റ്റ്, ഓക്കെ അടിക്കുക. അപ്പം സെലക്ടഡ് ഐറ്റംസ് ആർ അൺലോക്ക് സക്സസ്ഫുള്ളി. ഇനി നമുക്ക് വേണമെങ്കിൽ പോയിട്ട് അഗെയിൻ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസിനകത്ത് എനിക്ക് വേണ്ട പ്രസന്റ് സാലറി ആണ്. പ്രസന്റ് സാലറിയിലേക്ക് പോകുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് ഓപ്പൺ ആയിട്ടുള്ള ഇത് വരും, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അൺലോക്ക്. അത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ എഡിറ്റ് ചെയ്യാം. ETSB അക്കൗണ്ട് ക്രിയേഷൻ, അത് എന്താണ് ETSB എന്നുള്ളതാണ് നെക്സ്റ്റ്. അത് ഇലക്ട്രോണിക് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് സാലറി ആദ്യമൊക്കെ ഇതിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് വെച്ച് പിന്നെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരുന്നു എൻട്രി ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം നേരിട്ട് തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് എൻറ്റർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ത്രൂ ട്രഷറി ആണ് അത്. ട്രഷറിയിലേക്ക് ഫസ്റ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് അവിടുന്നാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടുന്നത്. ഇത് കേരള ട്രഷറി റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ETSB ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അതിനകത്ത് എംപ്ലോയി ലോഗിൻ, നമ്മൾ യൂഷ്വലി DDO അല്ലാത്ത ഒരു എംപ്ലോയിയുടെ ലോഗിൻ എങ്ങനെയാണ്, അതിനകത്ത് എന്തൊക്കെ ആക്സസ് ചെയ്യാവുന്നത്. അതിനകത്ത് നമുക്ക് ഒരു DDO അല്ലെങ്കിൽ നമുക്ക് വേറുള്ള സ്റ്റാഫിന്റെ ഒന്നും ഡീറ്റെയിൽസ് കാണാൻ പറ്റില്ല. നമ്മളുടെ മാത്രം പേഴ്സണൽ ഡീറ്റെയിൽസ് കിട്ടും. അതിനകത്ത് സാലറി സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാം, GPF റിക്വസ്റ്റ് കൊടുക്കാം, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലീവിന്റെ ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടും. ഇനി സബ്മിറ്റ് ഫോംസ് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ അഗെയിൻ ലീവിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് അതിനകത്ത് കൊടുക്കാം. GPFന്റെ ഇപ്പൊ ലോൺ എടുക്കുകയാണ്, അതിന്റെ ടെമ്പററി അഡ്വാൻസോ NRA വിഡ്രോവൽ ആണെങ്കിലും എല്ലാം അതിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിലൂടെ പേഴ്സണൽ ലോഗിനിലൂടെ എടുത്തു കഴിഞ്ഞാൽ അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു എംപ്ലോയി ലോഗിൻ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്, നമ്മൾ യൂഷ്വലി പെൻ നമ്പർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, പെൻ സ്പാർക്കിന്റെ വെബ്സൈറ്റ് ആദ്യം എടുക്കുക. നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ അതിനകത്ത് ലോഗിൻ പേജിൽ രജിസ്റ്റർ നൗ എന്നുള്ള എൻറ്റർ ചെയ്യുക. രജിസ്റ്റർ നൗ എൻറ്റർ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് വേണം. അതായത് പെൻ നമ്പർ, ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ, ഫോൺ നമ്പർ. നമ്മൾ ഓൾറെഡി ഇത് സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ബേസ്ഡ് ആയിട്ട് നമ്മൾക്ക് പേഴ്സണലി ഇങ്ങനെ ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും നമ്മളൊന്ന് റീ എൻറ്റർ ചെയ്യണം. അതിലൂടെ നമ്മളുടെ ഫോൺ ആധാർ ലിങ്ക്ഡ് ആണ്. അതിലൂടെ OTP വെരിഫിക്കേഷൻ വരും. OTP വെരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ന്യൂ പാസ്വേഡ് അടിക്കുക. ഈ ലോഗിൻ നമുക്കൊരു 30 മിനിറ്റ്സിനുള്ളിൽ അപ്രൂവ് ആയി കിട്ടും. അതിലൂടെ നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡും യൂസർ നെയിം നമ്മളുടെ പെൻ നമ്പറുമായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇനി അടുത്ത DDO ലോഗിൻ. DDO ലോഗിനകത്താണ് നമ്മൾ ഈ ബാക്കിയുള്ള എംപ്ലോയീസിന്റെ കാര്യങ്ങളും നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് ചാർജ് ഓഫീസേഴ്സിന് മാത്രമാണ് DDO ലോഗിൻ ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് DDO ലോഗിൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലോഗിൻ എന്നും പറയും. ഇത് യൂഷ്വലി നമ്മൾ ആസ് ഡോക്ടേഴ്സ് നമുക്ക് ചാർജ് ഒരു ഡിസ്പെൻസറിയുടെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെയോ കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ DDO ആവും. അപ്പൊ അത് DDO ആയി നമ്മൾക്ക് യൂസ് ചെയ്യാം, നമ്മളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ക്ലർക്കിനും യൂസ് ചെയ്യാം. അവര് ബേസിക് എൻട്രീസ് നടത്തിയാലും അപ്രൂവൽ മുഴുവൻ കൊടുക്കുന്നത് DDO തന്നെയാണ്. ഇനി DDOയുടെ പേരിൽ അവര് DSC ഒക്കെ കൈ വെക്കുകയാണെങ്കിൽ അവർ DDOയുടെ പേർക്ക് പ്രോക്സിയാണ് സൈൻ ചെയ്യുന്നത്. പക്ഷെ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഡൺ ബൈ ദ DDOs themselves. ഇതിനകത്ത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗൈൻ നമ്മൾ ഈ സർവീസ് എൻട്രിയിലെ അപ്രൂവൽസ് കൊടുക്കാനും ഒക്കെയാണ് DDO ലോഗിൻ കൂടുതലുമായിട്ട് യൂസ് ചെയ്യുക. ഇനി അതെങ്ങനെയാണ് DDO ലോഗിൻ ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളത്.
വീഡിയോ ലോഗിൻ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പാർക്കിൻ്റെ അകത്ത് എംപ്ലോയി ലോഗിൻ ആദ്യം എടുക്കുക. എംപ്ലോയി ലോഗിൻ എടുത്തേച്ച് അതിൽ ടേക്ക് ചാർജ് ആസ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ടേക്ക് ചാർജ് ആസ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മളുടെ DSC രജിസ്റ്റർ ചെയ്യണം. അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അകത്ത് ആക്ടിവേറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ആ ടാബ്സ് ഒക്കെ ഒന്ന് കാണിക്കാം. ഇത് നമ്മളുടെ ഡാഷ്ബോർഡ് എടുക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ മുകളിൽ സർവീസ് മാറ്റേഴ്സിനകത്ത് ടേക്ക് ചാർജ് ഓഫ് DDO എടുക്കാം. ടേക്ക് ചാർജ് ഓഫ് DDO എടുക്കുമ്പോൾ നമ്മളുടെ ഇത് യൂഷ്വലി ഇങ്ങനെയല്ല ഒരു നോർമൽ എംപ്ലോയി ലോഗിൻ കാണാം. ഇത് DDO ലോഗിൻ ആയ കാരണം കുറച്ചുകൂടെ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ എംപ്ലോയി ലോഗിൻ മാത്രമാകുമ്പോൾ കുറവേ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് നമ്മൾ ടേക്ക് ചാർജ് ഓഫ് പ്രസന്റ് ഓഫീസ്, ടേക്ക് ചാർജ് ഇൻ ന്യൂ ഓഫീസ് ഓൺ ട്രാൻസ്ഫർ ആണെങ്കിൽ അത്. അപ്പം നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ഏതാ വേണ്ടത്, അതിനകത്ത് ഡിപ്പാർട്ട്മെന്റ്, ഡിസ്ട്രിക്ട്, ഓഫീസ് നെയിമിന്റെ എൻട്രി ചെയ്യുക, DDO കോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വെരിഫൈ DDO ഡീറ്റെയിൽസ് ഫ്രം ട്രഷറി എന്നുള്ളത്. അതിനകത്ത് അഗെയിൻ ഇത് നോക്കുക, മേക്ക് ഷുവർ ടു രജിസ്റ്റർ DDO ഡീറ്റെയിൽസ് ഇൻ ബിംസ് ബിഫോർ അസ്യൂമിങ് ചാർജ് ത്രൂ സ്പാർക്ക്. ബിംസിനകത്ത് നമ്മൾ ആദ്യം ഏത് DSC രജിസ്ട്രേഷൻ ചെയ്യണേ, അതായത് DSC എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്, അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യം ബിംസിലാണ് ചെയ്യേണ്ടത്. ബിംസ് വെബ്സൈറ്റിൽ നമ്മൾ DSC രജിസ്ട്രേഷൻ ബാർ റിന്യൂവൽ ടാബ് എടുത്ത് അതിൻ്റെ അകത്ത് എൻറ്റർ ചെയ്ത് ആ DSC ത്രൂവേ ഉള്ളൂ നമുക്ക് ഈ ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർ ഓഫ് എ സ്പെസിഫിക് ഓഫീസ് ആയിട്ട് ചാർജ് അസംഷൻ എടുക്കാൻ പറ്റുള്ളൂ സ്പാർക്കിൽ. അപ്പം ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത് ബിംസിനകത്ത് നമ്മൾ ചാർജ് അസ്യൂം ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം സ്പാർക്കിൽ ചെയ്യാം. ഇനി DDO ലോഗിൻ ഒക്കെ ആക്ടിവേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ DDO ലോഗിനിലൂടെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് നമ്മൾ കണ്ടു, പെൻ ജനറേഷൻ ബൈ DDO ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി അതിൻ്റെ അകത്ത് എന്തൊക്കെ സർവീസ് അപ്ഡേറ്റ്സ് ചെയ്യാം എന്നുള്ളത്. സർവീസ് അപ്ഡേറ്റ്സ് ചെയ്യാനുള്ളത് ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്യുന്നത്, ട്രാൻസ്ഫർ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്, പ്രൊമോഷൻസ് പ്രോസസ്സ് ചെയ്യുന്നത് ഒക്കെ DDO ലോഗിൻ വഴിയാണ്. അതുപോലെ തന്നെ സാലറി പ്രോസസ്സിംഗ്, ETSD ക്രിയേഷൻ, അപ്രൂവൽസ്, എന്ത് തരം ഡിജിറ്റൽ സിഗ്നേച്ചർ ത്രൂ ഒരു സർവീസിൻ്റെ അകത്ത് എൻട്രി അപ്രൂവൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഡൺ ത്രൂ സ്പാർക്ക്. അപ്പം നമ്മൾ ഈ മോഡ്യൂളിനകത്ത് ഓരോന്നായിട്ട് നമുക്ക് പെൻ നമ്പർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, ബാങ്കിങ് സെറ്റപ്പ് ഫോർ സാലറി ക്രെഡിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എംപ്ലോയി ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്സസ് ടു ദി സിസ്റ്റം, അതായത് നമ്മുടെ യൂഷ്വൽ ഒരു നോർമൽ എംപ്ലോയി ലോഗിനും DDO ലോഗിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ് നമ്മൾ ഈ മൊഡ്യൂളിൽ കംപ്ലീറ്റ് ചെയ്തത്. ഇതിനകത്ത് നമ്മൾ ഓരോരോ പാർട്ടും, അതായത് നമ്മൾ ഈ DDO ലോഗിനകത്ത് സർവീസ് അപ്ഡേറ്റ്സ് ആയാലും സാലറി പ്രോസസ്സിംഗ് ആയാലും ഇതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സസിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള പെൻ നമ്പർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, ബാങ്കിങ് സെറ്റപ്പ് എങ്ങനെ ചെയ്തെടുക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു സാധാ എംപ്ലോയി ലോഗിൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്സസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു.